അതുപോലെ തന്നെ ഓരോ ജനങ്ങൾ ഭക്തന്മാർ തെയ്യത്തിൻ്റെ അടുത്ത് വരുമ്പോൾ അവർക്ക് അനുഗ്രഹ വചനം അവർക്ക് എന്തായാലും കൊടുത്തേ പറ്റും. അവർ ഓരോ പ്രശ്നങ്ങൾ പല പ്രശ്നങ്ങളും തെയ്യത്തിന് മുമ്പിലേക്ക് ആ ഒറ്റക്കുളത്തിന് മുമ്പിലേക്കല്ല ഈ നടന്ന് മാറി മാറ്റാൻ പോകുന്ന സമയത്തെല്ലാം വരാം. ആടെ അതിർത്തികൾ തമ്മിൽ തർക്കം വരാം, ബന്ധുക്കൾ തമ്മിലുള്ള കലഹം വരാം. അപ്പോൾ അതിനൊക്കെ മഞ്ഞക്കുറിയിട്ടിട്ട് അനുഗ്രഹവാടെ തെയ്യം കൊടുക്കേണ്ടി വരും. അത്തരം കാര്യങ്ങളിലും തെയ്യം ഭക്തരുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടെല്ലാം ചെയ്യേണ്ടത്. പിന്നെ ഈ തെയ്യം കെട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കോള്. നമ്മൾ വാങ്ങിക്കുന്ന കോളിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഒരു തരത്തിലും ഒരു പരിഷ്കരണം ഇതുവരെ സംഭവിച്ചില്ല. വിഷ്ണുമൂർത്തി കെട്ടാണെങ്കിൽ ചുരുങ്ങും ഒരു 5 പേരങ്ങ് അവിടെ വേണം. നമ്മളെ കൂടാതെ ഒരു 3-4 പേര് അധികം വേണം. അധികം നമുക്ക് അവിടുന്ന് കോള് കിട്ടൽ തുച്ഛമായ പൈസയാണ്. ഈ തുച്ഛമായ പൈസയിൽ നിന്ന് നമുക്ക് ഈ അണിയല നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ചിലവും നമ്മുടെ ചായല്യം മണല പോലുള്ള സാധനങ്ങളും അതിന് തെയ്യത്തിൻ്റെ ആടയാഭരണങ്ങൾക്കുള്ള ചിലവിന് വരെ ആ പൈസ തികയില്ല. നമുക്ക് ആദ്യം ഉണ്ടാകുന്ന തെയ്യത്തിനൊന്നും നമുക്ക് കിട്ടൂല. അത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ തെയ്യം കെട്ടിയിട്ട് തൊഴുത് കിട്ടിയ പൈസയിൽ നിന്നാണ് നമുക്ക് അവർക്ക് കൊടുക്കൽ. പണ്ടുള്ള മാതിരി ആൾക്കാർ ഇപ്പം നിത്യോപക സാധനങ്ങൾക്കുള്ള ഒരുപാട് വില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മറ്റെല്ലാ മേഖലയിലെ ആൾക്കാർക്കും അതിൻ്റെ പരിഷ്കരണം സംഭവിച്ചിട്ടുണ്ട്. പൈസ ഒരുപാട് അവർക്ക് കോറ്റി കിടക്കുന്നുണ്ട്. പണ്ട് നമ്മുടെ വീട്ടിൽ കണ്ടം കൊത്താൻ വന്ന ഒരാളെ ശമ്പളമല്ല, ഇപ്പം അവർക്ക് ഒരുപാട് പരിഷ്കരണം നടന്നിട്ടുണ്ട്. അതുപോലെ പണ്ട് തെയ്യം കെട്ടാൻ വരുന്നവർക്ക് ഇന്ന് എന്തോ സാധാരണ കോല് പരിവർത്തനം ചെയ്യലെന്ന് പറഞ്ഞാൽ ഒരു 5, 10 അല്ലെങ്കിൽ 100, 200 രൂപ. അതിൽ അങ്ങോട്ട് ഒരു കയറ്റവും സംഭവിക്കില്ല. അത് അവിടുത്തെ കോയ്മക്കും ആ ക്ഷേത്ര നടത്തിപ്പുകാർക്കും പ്രത്യേക ഒരു അധികാരത്തോട് മാത്രം ആ സമയത്ത് സംസാരിക്കും. അവരുടെ കാര്യങ്ങൾ കളിയാട്ടം ഭംഗിയായിട്ട് നടക്കണം. അതിനുശേഷമുള്ള കാര്യങ്ങൾക്ക് സംസാരിക്കാനോ നമ്മൾക്ക് വേണ്ടി വാദിക്കാനോ എവിടെയും ഒരു ക്ഷേത്രത്തിലും ആരെയും കാണാറില്ല. പിന്നെ നമ്മളെല്ലാവരും പറയുന്നത് പറഞ്ഞാൽ തെയ്യം സാധാരണ കലാരൂപ എന്നാണ് പറയുന്നത്. തെയ്യം കലാരൂപമാണെങ്കിൽ തെയ്യം കലാകാരന്മാരാണ് ചെയ്യുന്നത്. ആ കലാകാരന്മാർക്ക് കിട്ടുന്ന ഒരു അംഗീകാരം ഒരു ആനുകൂല്യം ഒരു സ്ഥലത്തുനിന്ന് നമുക്ക് തരില്ല. സാധാരണ തെയ്യം അവശ കലാകാരന്മാർക്ക് പെൻഷൻ അങ്ങനെയുള്ള ഒരുപാട് പദ്ധതികൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ അതൊന്നും ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള പദ്ധതിയല്ല. അഥവാ തരുന്ന ഫോക്ക്ലോർ പോലുള്ള ചെറിയ സംരംഭം അവരെ ചെറിയ വേതനം എന്തെങ്കിലും കിട്ടിയെങ്കിലായി. അങ്ങനെയല്ലാതെ മറ്റ് നമുക്ക് തെയ്യം കലാകാരന്മാർക്ക് യാതൊരുവിധ പരിഗണനയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഉണ്ടാവില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒറ്റക്കോലം പോലെയുള്ള വെല്ലുമുടി പോലെയുള്ള വലിയ വളരെ ശാരീരിക പ്രയാസങ്ങളിലെ തെയ്യങ്ങളെല്ലാം കെട്ടിക്കഴിഞ്ഞാൽ അധിക കാലം അത് കെട്ടിക്കൊണ്ടുപോയിട്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല. 45 വയസ്സാകുമ്പോൾ തന്നെ ശാരീരികമായിട്ട് വാർദ്ധക്യം അനുഭവിക്കുന്നൊരവസ്ഥയാണ്. തെയ്യത്തിന് വിട്ടുപോകുന്നൊരവസ്ഥയാണ് 10, 45, 50. അതിന് ഉദാഹരണം നമ്മൾ അച്ഛൻ കർണത്തിനെ പോലുള്ള ആൾക്കാരെല്ലാം ചെറുപ്പകാലത്തേയിൽ നിന്ന് മാറി പിന്നെ തെയ്യത്തിൻ്റെ കൂടെ അണിയറിൽ ഇങ്ങനെ പോകും. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് കാലം വരെ നമുക്കിത് കെട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി കഴിയുന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. നേരെ മറിച്ച് ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ഒരാൾ 55 വയസ്സ് വരെ റിട്ടയർമെൻ്റ് ആണ്, അയാൾ 55 വയസ്സ് വരെ റിട്ടയർമെൻ്റ് ആയി. നേരെ മറിച്ച് തെയ്യത്തിൽ ഏത് സമയം വാർദ്ധക്യം നമുക്ക് ഏറ്റുവാങ്ങാം, ഏത് സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കാം. ഇതിന് പ്രത്യേകിച്ച് ഇൻഷുറൻസ് രജിസ്റ്റർ ചെയ്ത് ഒന്നും സംഭവമൊന്നുമില്ല. ചിലപ്പം ഒരു മേലേരി കയറി ചിലപ്പം കാല് പൊള്ളും, ചിലപ്പം ഒരു വലിയ മുടി കെട്ടി ചിലപ്പോൾ കഴുത്ത് കൊടുക്കും. എന്തും സംഭവിക്കുക, കാക്കും കൈക്കെല്ലാം സംഭവിക്കുക. അതുകൊണ്ട് ഞാൻ ഇപ്പം നമ്മളെ ഏട്ടൻ ഇപ്പം 30-38 വയസ്സായി. ആളവസ്ഥയും ഇതുപോലെ തന്നെ, ഇനി എനക്കുണ്ടാകുന്ന അവസ്ഥയും ഇതുപോലെ തന്നെ. ഇനി താഴേക്കിടയിൽ നമുക്ക് താഴേക്ക് വരുന്ന തെയ്യം കെട്ടുന്നവരെ അവസ്ഥയും ഇത് തന്നെയാണ്. അതെല്ലാം പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ഇതന്നെ. ഒരുപാട് സമയം ഇതെല്ലാം ഇങ്ങനെ കെട്ടി നിൽക്കും, ഭക്ഷണമില്ല, ഒന്നുമില്ല, ഉറക്കൊഴിയൽ. ഇതെല്ലാം തെയ്യത്തിൻ്റെ പ്രധാന അടിസ്ഥാനം എന്ന് പറയുന്ന സംഗതി. ഈ ഒറ്റക്കൊലം കെട്ടിയിട്ട് ഈ മേലേരിൽ വീണ് കഴിഞ്ഞാലുണ്ടാകുന്ന കരിയും പൊടിയെല്ലാം നമ്മൾ സ്വന്തം തിന്നണം, തെയ്യക്കാരൻ തിന്നണം. അയാളെ മൂക്കിലും കണ്ണിലും അതുപോലെ വായിലെല്ലാം ഒരുപാട് കരിയും വെണ്ണീരെല്ലാം പുറത്തു പോയിട്ട് കളയേണ്ട സമയം തെയ്യം കഴിഞ്ഞാലാണ് ഉണ്ടാവില്ല. ഒരു 2-3 ആഴ്ചയോളം നമുക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. എന്തെല്ലോ വേണം നമുക്ക് തെയ്യം കെട്ടുമെന്ന് തോന്നുമെങ്കിലും ഒരു സാധനവും കഴിക്കാൻ പറ്റില്ല. പക്ഷെ നാട്ടിലത്തെ നമ്മുടെ ക്ഷേത്രക്കാരും സ്ഥാനികന്മാരും ചോദിക്കും, തെയ്യം കെട്ടിയാൽ പണിക്കറ എന്താ നിങ്ങൾ നെയ്യ് കുടിക്കാൻ തുടങ്ങിയിട്ടില്ലേ, എന്താ നിങ്ങൾ മരുന്നൊന്നും കഴിക്കില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. നമ്മളോട് വെറുതെ കണ്ടിട്ട് ചോദിക്കുമെങ്കിലും നമ്മളെ അവസ്ഥ അതൊന്നും ആയിരിക്കില്ല. തെയ്യം കഴിഞ്ഞതിൻ്റെ പിറ്റേന്നോ അല്ലെങ്കിൽ 2ാമത്തെ ദിവസമെല്ലാം തുടർച്ചയായിട്ട് നാട്ടിൽ മറ്റു ക്ഷേത്രങ്ങളിൽ അടയാളം നമ്മൾ മേടിച്ചിട്ടുണ്ടാവും. അവർക്ക് നമ്മൾ ഈ വിഷമമൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. അവർക്ക് എത്രയോ വർഷം കൂടിയിട്ട് അവരെ തറവാട്ടിൽ കഴിയുന്ന തെയ്യാണ്. നമ്മൾ ഇന്നലെ ഒറ്റക്കൊലം കെട്ടിയോ അല്ലെങ്കിൽ മിഞ്ഞാന്ന് ഒറ്റക്കൊലം കെട്ടി കാല് പൊള്ളിപ്പോയെന്നൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. കാരണം ഇതിനു മുമ്പേ മുൻകൂട്ടി ആക്കിയ തീയതി ആയിരിക്കും ആ തെയ്യത്തിൻ്റെ തീയതി. അവർക്ക് അവരെ കളിയാട്ടം, അവർക്ക് അവരെ കുടുംബത്തിൻ്റെ എന്താണ് സാമ്പത്തികവും അതുപോലെ അവരെ വീട്ടിൽ ധാന്യമെല്ലാം ചിലവാക്കിയിട്ട് കഴിക്കുന്ന അവരെ കളിയാട്ടം ആണ്. നമ്മൾ ഇന്നലെ ഞാനൊക്കെ ഒറ്റക്കോലം കെട്ടിയിട്ട് പൊള്ളീനി അല്ലെങ്കിൽ വേറെ ഒന്നും പറ്റിനൊന്നും പറഞ്ഞാൽ നമ്മളെ ചില സമയത്ത് അവർ അതൊന്നും അംഗീകരിക്കില്ല. 14ാമത്തെ വയസ്സ് മുതൽ തന്നെ തെയ്യം കെട്ടാൻ തുടങ്ങി. അങ്ങനെ തുടർച്ചയായി തെയ്യമായിട്ട് തന്നെ ജീവിച്ചു പോയി. 10-26 വയസ്സായിട്ടുണ്ടാവും. ആ സമയത്ത് കല്യാണം കഴിച്ച ഉടനെയാണ് ഈ ഒറ്റക്കോലത്തിന് വിവരം തന്നത്. പയ്യന്നൂരും ഈ കടന്നപ്പള്ളിയൊക്കെ ഭരണ സമുദായത്തിൽപ്പെട്ടവരാണ്. മലയ സമുദായത്തിൽ കിട്ടുന്ന എല്ലാ തെയ്യങ്ങളും കെട്ടേണ്ടത്. അങ്ങനെ എന്നെ കൊണ്ടുപോയി കെട്ടുന്ന അന്ന് അവിടുന്ന് ഒരു വിഷമൊന്നും ഉണ്ടായിട്ടുമില്ല. അത് കഴിഞ്ഞ് നഗരത്തിലാവറ്റാണ് തെയ്യം ഉണ്ടായത്. കുംഭം മീനമാസത്തിൽ അവർക്ക് ഇവിടെ തെയ്യം വേണമെന്ന് പറഞ്ഞിട്ട്
നീലേശ്വരം അങ്കക്കാട്ടിൽ ചെയ്യുന്ന ആൾക്കാർ വന്നു. അവർ എന്നോട് പറഞ്ഞിട്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ സമുദായം നമ്മൾ പിന്നെ ജമ്മത്തയ്യായതുകൊണ്ട് ജമ്മക്കാരനെ കൂട്ടി വന്നാൽ വേണമെങ്കിൽ ഞാൻ ഏക്കാം. ഇവിടുന്ന് തന്നെ ആളെയും കൊണ്ടുപോയിട്ട് തെയ്യം കെട്ടുകയും ചെയ്തു. കെട്ടാൻ വേണ്ടി തോറ്റം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ മേലേരി തണിക്കുന്നില്ല, ആ സമ്പ്രദായം ഇല്ല എന്നുള്ളത് അറിയുന്നു. പിന്നെ നമ്മ ഏൽപ്പിച്ചവർ പറഞ്ഞ് ഞങ്ങൾക്കിത് പിടിക്കാനാവില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എന്നിട്ട് അവരെ കുട്ടികാശന്മാരെ വിളിപ്പിച്ചു. കെട്ടി കൊടുക്കുന്ന സമയത്ത് അവർ വന്ന് പുറത്താൾ നിന്നിട്ടാകുമ്പോൾ അവർ എന്താ വിളിച്ചത്? ഞാൻ പറഞ്ഞിങ്ങനെ ചുമട് തണിക്കണം, അല്ലെങ്കിൽ പിന്നെ ഇവർക്ക് ചവിട്ടി വലിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അന്നേരം ഓറ് കേൾക്കാത്ത വിധത്തിൽ അങ്ങ് പോവുകയും ചെയ്തു. അരയോടെ വെച്ച് മേലേരിക്ക് പോകുന്ന പതിയിലെടുത്ത് പീട പറഞ്ഞ് മേലേരിക്ക് പോകുന്നവരെയും ഇവരാരും തൂക്കിന് നിന്നതുമില്ല, പിടിക്കാൻ രണ്ടു ഭാഗത്ത് നിന്നില്ല. പക്ഷെ നമുക്ക് പിന്നെ നിൽക്കാനാവില്ലല്ലോ. ഇവിടെ പറഞ്ഞ തെയ്യത്തിന് പിന്നെ ഇനി ആവില്ല പറഞ്ഞ് നിൽക്കാൻ കഴിയില്ല എന്നുള്ള ഉദ്ദേശത്തിൽ സ്വയമേ പോയിട്ട് ചാരി. കള്ളക്കൊള്ളിയും തിരിഞ്ഞെടുക്കാത്തത് കൊണ്ട് ഈ കള്ളക്കൊള്ളി അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഒരു തലക്ക് കൊള്ളും മറ്റേ തലങ്ങ് തള്ളുമ്പോൾ അരയുടെ ഉള്ളിലേക്ക് കനൽ വീണു. അത് സ്വയം കുറച്ച് സഹിച്ചല്ലോന്ന്. അത് പിന്നെ വലിക്കുമ്പോൾ കാല് ചുണ്ടിൻ്റെ മേലെ സാറിന് മേലോട്ട് വരുന്നത് ചുണ്ടിൻ്റെ മേലെ വരും. ചുണ്ടിൻ്റെ മേലെ വരുമ്പോൾ പിന്നെ കുറച്ച് കൈ വീണിട്ടാൽ വേട്ടം പറഞ്ഞ് പിന്നെ നഖം ഉണ്ടായിരുന്നിട്ട് പറച്ച പറഞ്ഞു. അത് പെട്ടെന്ന് പറിക്കുമ്പോൾ മാംസടക്കം തന്നെ ഇടത്തെ കാലിൻ്റെ ചുണ്ടിൻ്റെ മാംസടക്കം തന്നെ പോയി. കുറച്ച് കഴിഞ്ഞിട്ട് അവർ തടുത്താലേ നിൽക്കും എന്നൊരു വാശി എനക്കുമുണ്ട്. അപ്പുറം പിന്നെ മേലേരി വീഴുമ്പോൾ മറ്റൊരാൾ പോയി തടുക്കുന്ന സമ്പ്രദായം ഇല്ലയെന്ന് അറിയുന്നു. പിന്നെ ആരോ പറഞ്ഞു ഞാൻ ഏതായാലും പിടിച്ചാലേ നിൽക്കുമല്ലോ എന്നൊരു വാശി എൻ്റെ മനസ്സിൽ. ഏതായാലും കാല് പൊള്ളുകയും ചെയ്തു. അവിടുന്ന് പിന്നെ ആരോ പോയിട്ട് അവരെടുത്ത ക്ഷേത്രക്കാരോട് പറഞ്ഞു നിങ്ങൾ പോയിട്ട് തടുത്താൽ മാത്രമേ നിൽക്കുള്ളൂ. കാരണം അവർ വന്ന് പിന്നെ തടുത്തു നിന്നു. ആദ്യം സാധാരണ നമുക്കൊരു സമ്പ്രദായമുണ്ട്, തടുത്ത് നിന്നാലും എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞാൽ പിന്നെ ആദ്യം പോയിട്ട് വീഴുന്നൊരു ഇതുണ്ട്. കർമ്മത്തിനല്ലേ പരീക്ഷണല്ലോ, പരീക്ഷിക്കണോ? എങ്ങനെ അങ്കില്ലാതെ കുറേശ്ശിരിക്കുന്ന ഭഗവാൻ അങ്കില്ലാതെ പരസ്യപ്പുറത്ത് കാണാം അല്ലേ? പെട്ടെന്ന് കൈ വലിയ താമസമൊന്നുമില്ല. കഴിഞ്ഞ കൊല്ലം കൂടെ ആയിട്ടാകുമ്പോൾ പിന്നെ വാറിനൊക്കെ പോകുമ്പോൾ ആണ് കാലിൻ്റെ ശരിക്കും അറിയുന്നു. രക്തം എളിയിട്ട് കാണുന്ന നേരമാണ്. മറ്റു രാത്രി ഞാൻ കാണുന്നില്ലല്ലോ. ഈ ആരോടെയും വെച്ചിട്ടാകുമ്പോൾ എൻ്റെ കാലനുസരിച്ച് കാണില്ല. അവസാനം ഇത് രക്തം അന്നേരം അളാൻ തുടങ്ങി. എളിയിട്ടാകുമ്പം പിന്നെ എങ്ങനെയുള്ള വാർണ വെച്ച് എന്നെ എടുത്തിട്ട് തന്നെയാണ് വീട്ടിലേക്ക് വരുന്നത്. ചുണ്ടമ്പരലിൻ്റെ ഞരവ് തലമുറത്തിൽ പോകുന്നുണ്ട് നമുക്ക് തന്നെ അറിയുന്നതാണെന്ന് പറഞ്ഞ് കേൾക്കുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ ഈ ചുണ്ടമ്പരൽ നഷ്ടപ്പെട്ടുകൊണ്ട് ആ കാലിന് തീരെ ഒരു പിന്നെ മുമ്പിലത്തെ പാദത്തിന് ബലമില്ല. ഇങ്ങനെ വെച്ച് തല്ലുമ്പോൾ നടക്കൽ. അങ്ങനെ കുറച്ച് കൊല്ലം കഴിയുമ്പോഴേക്കൊണ്ട് മറ്റേ 2 വിരലിന് കൊഴുപ്പ് വന്നു. പിന്നെ അന്ന് സാമ്പത്തികമായിട്ടൊന്നുമില്ല. പിന്നെ എന്തെങ്കിലുമായിട്ടെന്ന് പറഞ്ഞാൽ മുമ്പേ എനിക്കൊരു പിന്നെ ചെറിയൊരു പൊട്ടുണ്ടായിട്ട് ഒരു കണ്ണിൽ പെട്ടൊരു ഓയിൽമെൻറ്റ് വേറൊരാൾ തന്നിന്. അതിനെ കൊണ്ട് പുറത്തുനിന്ന് എനിക്ക് സുഖമായിട്ട് ഉണങ്ങി കാലിന് പൊട്ടിയെടുത്താണ്. അപ്പോൾ ഞാൻ ആ ഓയിൽമെൻറ്റ് ട്യൂബ് എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഞാനിതൊക്കെ രാത്രി പിന്നെ പീശാവത്തി അണച്ച് പോയി ലേശം മദ്യപിച്ചിട്ട് തന്നെയാണ്. ഒരു നേരിട്ട് ചെയ്യാൻ കഴിയില്ല. ലേശം മദ്യപിക്കാൻ ഇതിന് കഴിച്ച് പിന്നെ കിഴക്കേ പറമ്പിൽ വീടില്ല. അവിടെ പോയി പിന്നെ സ്വന്തം തന്നെ മുറിച്ച് കെട്ടി പിന്നെ ഈ ഓയിൽമെൻറ്റ് പിറ്റേന്ന് രാവിലെ അനിയനോട് ഞാൻ പറഞ്ഞു തൃക്കരി പോയിട്ട് ഈ ഓയിൽമെൻറ്റ് മേടിച്ചോണ്ട് ഈ ട്യൂബ് കൊടുത്തിട്ടാണ് ഓയിൽമെൻറ്റ് മേടിച്ചോണ്ടത്. ആ ഓയിൽമെൻറ്റ് കൊണ്ടിന് പിന്നെ കാലിന് സുഖമായിട്ട് അത് ഉണങ്ങും ചെയ്തതിന് ഇപ്പോൾ ഇത്ര ഈ 10-35 കൊല്ലം വരെയും ആ മുറിച്ച വിരലിൻ്റെ യാതൊരു വിഷമം ഉണ്ടായിട്ടുമില്ല. ഒരു പൊട്ടോ എൻ്റെ വേറെ ഒരു വിഷമം ഉണ്ടായിട്ടില്ല. പിന്നെയും ഡോക്ടർ നമുക്ക് പൊള്ളി വിരലിന് പിന്നെയും ഇടക്കിടക്ക് പിന്നെ പൊട്ടിക്കൊണ്ട് ഇതെല്ലാം ഉണ്ടായിരുന്നു. അത് തൽക്കാലം ഡോക്ടർ പോകും മരുന്ന് മണിക്കും ഒക്കെ അങ്ങനെ ഉണങ്ങലാണ്. അല്ല ഡോക്ടർമാരൻ എന്നോട് പറഞ്ഞ് ഉറക്കൊയ്യലും ഭക്ഷണം പിന്നെ കൃത്യസമയത്ത് വയറ് കായാൻ പാടില്ല, ഉറക്കൊയ്യാൻ പാടില്ല. പക്ഷെ നമുക്ക് ജീവിക്കാൻ വേറെ വഴിയില്ല. അതുകൊണ്ട് സ്ഥിരമായിട്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആര് വിളിച്ചാലും ഉറക്കൊയ്യേണ്ടി വരുന്നു. സ്ഥിരമായിട്ട് ഉറക്കുകയും ഈ സീസണിൽ ഈ സമയത്ത് അതിൽ 10 ദിവസം കിട്ടും നമുക്ക് കിട്ടുമല്ലോ. ആ സമയത്ത് അങ്ങനെ പോയിട്ട് അത് ചെയ്യും. പിന്നെ ഭക്ഷണം വയറ് കായെന്ന് പറഞ്ഞാൽ നമ്മൾ തെയ്യത്തിൻ്റെ കാര്യത്തിന് എവിടെ പോയാലും നമ്മുടെ സമയത്തിൽ ഭക്ഷണം ആവില്ല. രാത്രി 2 മണിക്കോ 3 മണിക്കോ അല്ലാവും. ഉച്ചക്കകത്ത് 2-3 മണിക്കാവും. അങ്ങനെയൊന്നും കൃത്യസമയത്തൊന്നും കിട്ടിയെന്ന് വരില്ല. അങ്ങനെയല്ലാന്ന് പിന്നെ അങ്ങനെ വന്നിട്ടാകുമ്പോൾ ഇപ്പം ഈ കഴിഞ്ഞ 2 കൊല്ലം മുമ്പേ പെട്ടെന്നൊരു തെയ്യിലെടുത്ത് പോയെടുത്താണ് ഈ പഴുപ്പ് പെട്ടെന്ന് വർദ്ധിച്ചു. പിറ്റേന്ന് തന്നെ മംഗലാപുരം പോവുകയും ചെയ്തു. അവിടുന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞു അത് ചെയ്യാൻ കൊണ്ടെടുത്താണ്. പെട്ടെന്ന് BP പറഞ്ഞു അവിടെ നിന്ന് 3 ദിവസം IC കൊണ്ട് കിടത്തി. ആ 3 ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് കൂടി ഇപ്പം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോൾ അറ്റാക്ക് നിന്ന് വന്നു. പിന്നെയും 12 ദിവസം കിടത്തി. ആ 12 ദിവസം കൊണ്ടാണ് പഴുപ്പ് കയറിയെന്ന് അവർ പറയുന്നത്. പക്ഷേ എനിക്ക് പിന്നെ മുറിച്ചതോ ഒന്നും സംഭവം ഞാൻ അറിയുന്നില്ല.
ഷുഗറില്ല. അവരെല്ലാം അത് പരിശോധിച്ചാൽ ഷുഗറോ പ്രഷറോ എല്ലാം നോർമൽ മാത്രം. മറ്റ് പുകവലിൻ്റെ തന്നെ പറയുന്നത് ഇങ്ങോട്ട് ഞാൻ വരുമ്പോൾ പിന്നെ ഡിസ്ചാർജ് വരുമ്പോൾ അത് പിന്നെ അസിസ്റ്റൻറ്റ് ഡോക്ടർ, ഒറിജിനൽ ഡോക്ടറല്ല, അയാൾ പറഞ്ഞു പിന്നെ ഇനി പുകവലിക്കണ്ട എന്ന് അയാൾ പറഞ്ഞു. അതിന് ശേഷം ഞാൻ പിന്നെ പുകവലിക്കലുമില്ല. അത് അതിന് മുമ്പ് ഏത് ഡോക്ടർക്ക് പോയിട്ട് പുകവലിക്കലുണ്ടോ ചോദിക്കലുണ്ട്, മദ്യപിക്കലുണ്ടോ ചോദിക്കലുണ്ട്. പുകവലിക്കലുണ്ട് മദ്യപിക്കലുണ്ട് പറഞ്ഞ് അത് ചെയ്യാൻ പാടില്ലെന്ന് ഒരു ഡോക്ടർ എന്നോട് അതുവരെയും പറഞ്ഞിട്ടുമില്ല. അന്നേ നിർത്തിയത്. പക്ഷെ അത് പറയാത്തതുകൊണ്ട് പിന്നെ ഇതിനെക്കൊണ്ടില്ലായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇനി ഉറക്കൊയ്യുമ്പോൾ എല്ലാം ചില ലേശം രാത്രിയിൽ ലേശം മദ്യപിക്കാൻ നിൽക്കില്ല. പിന്നെ നമ്മളെ തെയ്യെല്ലാം അങ്ങനത്തെ കതിരസം തെയ്യം, മുത്തപ്പൻ എല്ലാം കുടിക്കുന്ന തെയ്യമാണ്. കണ്ടനാറുകളൻ എല്ലാം കുടിച്ചാൽ മാത്രമേ അത് ഫലിപ്പിക്കാനും കഴിയൂ. അതിന് അത് സഹകരിക്കുന്ന ആളടക്കം പിന്നെ കുറച്ച് എടുത്തെങ്കിൽ അവർ അങ്ങനത്തെ ആക്കിയത് ഫലിപ്പിക്കാൻ കഴിയും. അങ്ങനെ അത് സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട്. പ്രോക്ലോ അക്കാദമിൻ്റെ അവർ വരുന്നുണ്ടായിരുന്നു. ഈ അക്കാദമിൻ്റെ അവർ അടുത്തേക്ക് പോയിട്ട് അയാളെ കണ്ട് എൻ്റെ കടലാസ് അപേക്ഷയെല്ലാം കൊടുത്തിട്ട് അയാൾ പിന്നെ വിവരം കിട്ടി, ഇന്ന ദിവസം ഞാൻ കുണിയനേക്ക് വരുന്നുണ്ട്, അത് സ്ഥലത്ത് വരണമെന്നാണ്. അന്നൊരു 3000 രൂപ അവർ കൊടുത്തു തന്നെ. പിന്നെന്തോ അവർ ഓറെണ്ണ എന്തോ എന്നിട്ട് എഴുതി അയച്ചിട്ട് 15,000 രൂപ ആയിട്ട് പിന്നെ കിട്ടിയില്ല. മറ്റ് ഗവൺമെൻറ് ആനുകൂല്യമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഞാനിപ്പോൾ എല്ലാം സത്യം പറഞ്ഞപ്പോൾ 2 കൊല്ലമായി ഇപ്പോൾ ഇത് മുറിച്ചിട്ട്. ഇതുവരെ ഇതിൻ്റെ വികലാംഗ സർട്ടിഫിക്കറ്റ് പോലും ആയിട്ടില്ല. അപ്പോൾ തെയ്യം പിന്നെ ഈ ക്ഷേത്ര ഈ കളിയാമ്പള്ളീൻ്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ആടെ വിളിക്കേണ്ട ആളുണ്ട്. അപ്പോൾ ചില സ്ഥലത്ത് ഈ പെരുങ്കൊല്ലനാണ് ഈ മേലേരീൻ്റെ അവകാശം ഉണ്ടാവില്ല, അവസാനത്തെ കരിയെടുക്കാൻ. ആ പെരുങ്കൊല്ലൻ്റെ അവകാശം എന്ന് പറഞ്ഞാൽ ആത്ത പ്രാദേശികമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ആയുധങ്ങൾ കടയാനുള്ള അവകാശം അയാൾക്കാണ് ഉണ്ടാവില്ല. അപ്പോൾ ആ കൊല്ലനാണ് ആ മേലേരിയിലെ കരിയെടുക്കാനുള്ള അവകാശം. തെയ്യം പിന്നെ ഈ പ്രദക്ഷിണം അവസാനം വില്ലും ചിരികയും വാങ്ങി മേലേരിക്ക് പ്രദക്ഷിണം വന്ന് ആ മേലേരിയിൽ ഒരു മന്ത്രം ആടെ ചിരിക കൊണ്ട് കുറിക്കാനുണ്ട്. ആ മേലേരിയിൽ ആ ചിരിക കൊണ്ട് ആ മന്ത്രം എഴുതി കഴിഞ്ഞാൽ ആ മേലേരി പിന്നെ കെടുക്കാനോ അല്ലെങ്കിൽ അതിൽ മണ്ണ് കൊത്തിയിടാനോ ഇല്ലേ അവകാശവും അധികാരമെല്ലാം ആ ക്ഷേത്ര കമ്മിറ്റി കൊണ്ട് അതുപോലെ ഇയാൾക്കും ഈ കൊല്ലം സമുദായത്തിൽപ്പെട്ട അയാൾക്കും ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ മേലേരീൻ്റെ ആ പിന്നെ കെടുക്കുന്ന ചടങ്ങ് കഴിഞ്ഞു. അവിടുന്ന് ഇപ്പുറം വന്നിട്ടാണ് തെയ്യം കഴിയുന്നത്. അപ്പോൾ പിന്നെ തെയ്യം ഇവിടെ വന്ന് അരിയെല്ലാം കൊടുത്ത് തെയ്യം പിന്നെ കഴിയാനാകുന്ന സമയത്ത് ക്ഷേത്രക്കാരോട് ഒറ്റക്കോലം ചോദിക്കും, ഇനി അപ്പാന്ന് ഈ രൂപത്തിൽ ഈ തെയ്യത്തിനെ നിങ്ങൾ പിന്നെ കെട്ടിയാടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു എന്നുള്ള രീതിയിൽ തെയ്യത്തിൻ്റെ ആ രീതിയിൽ തന്നെ മൊഴികൾ തെയ്യത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ ഇച്ഛിക്കുന്ന കാര്യം, ചെറു മനുഷ്യന്മാരാണ് നിങ്ങൾ, കലിയുഗമാണ്, ആവിർഭവിച്ച് മറഞ്ഞു പോകുന്ന സകല ജഗത്തിനും ആധാരമായിരിക്കുന്ന സത്യചിത്താനന്ദമൂർത്തി സച്ചിദാനന്ദ ആദി ഭഗവാൻ. എന്ത് വ്യഥകളുണ്ടെങ്കിലും ഒക്കെ തീരണേ ഭഗവാനെ ഗോവിന്ദ എന്ന് അമർത്തി വിളിക്കണം നിങ്ങൾ. അപ്പോൾ അങ്ങനെ തെയ്യം ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് തെയ്യം കഴിഞ്ഞ് അണിയറയിൽ വന്നതിന് ശേഷം ആദ്യം തന്നെ ഒലി അയച്ചതിന് ശേഷം കാലും ഇതെല്ലാം അവർ തലയെല്ലാം നല്ലവണ്ണം തിരുപ്പിത്തരും. ഈ തലയുടെ ഇവിടെ ആ കൊണ്ടലി എന്ന് പറയുന്ന സാധനത്തിന് നല്ലവണ്ണം തല വെളിച്ചെണ്ണ ഇട്ടിട്ട് അവരൊരാൾ നല്ലവണ്ണം തല തിരുപ്പി തന്നാൽ തുണി കൊണ്ടൊന്നും മുഖത്ത് മായ്ക്കാൻ്റെ അധികാരം ഒറ്റക്കൊല്ലം കഴിഞ്ഞാൽ ഒരു തെയ്യക്കാരനുമില്ല. ക്ഷേത്രത്തിൽ നിന്ന് വെളിച്ചെണ്ണ വാങ്ങും, അത് മറ്റ് മായ്ക്കാൻ മാത്രമല്ലാതെ ഈ തെയ്യം കഴിഞ്ഞാൽ മുഖത്ത് മായ്ക്കാൻ ആർന്ന് മേടിക്കൽ പഴവും വെളിച്ചെണ്ണയാണ്. അപ്പോൾ പഴമാണ് ആദ്യം മുഖത്തു പിന്നെ ഉരക്കൽ. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ തീയിൽ വീണിട്ട് എവിടെയെങ്കിലും വല്ല പൊള്ളൽ ഉണ്ടെങ്കിൽ മുഖത്തിന് യാതൊരു രക്ഷയില്ലാതെയാണ് ഒറ്റക്കൊല്ലം കെട്ടിയാൽ.
അപ്പോൾ അതുകൊണ്ട് മുഖത്ത് പഴം ആണ് ആദ്യം മുഖത്ത് വരച്ചിട്ടാണ് മുഖത്ത് മായ്ക്കൽ. നിങ്ങള കൊത്തിയാലും ഒന്നല്ലേ ചോര നാങ്കള കൊത്തിയാലും ഒന്നല്ലേ ചോര നാങ്കളെ കുപ്പായിൽ നട്ടോരോ വാഴ പഴമല്ലോ നിങ്ങളെ ദേവനെ പൂജ